എറണാകുളത്ത് പുതിയ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് പണിയാനുള്ള ഫണ്ടില്ലെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നിലവിലെ ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയും. സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. നിലവിലെ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പഠിക്കാൻ IIT സംഘത്തെ നിയോഗിക്കും. ഇതിനുശേഷം കാര്യമായ അറ്റകുറ്റപ്പണി നടത്തി കെട്ടിടം നിലനിർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടിനടിയിലാകുന്ന KSRTC ബസ് സ്റ്റാൻഡിനകത്തു പുറത്തും നിറയെ മാലിന്യങ്ങൾ കെട്ടിക്കിടന്നിരുന്നു. മന്ത്രിയുടെ വരവ് പ്രമാണിച്ച് എല്ലാം ഒരുവിധം വൃത്തിയാക്കിയതാണ് ഈ കാണുന്നത്. ബസ് സ്റ്റാൻഡിനകത്തും പുറത്തും വേണ്ട സൗകര്യങ്ങളില്ലാത്തതും വൃത്തിയില്ലാത്തതും യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. പലകുറി മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനു പിന്നാലെ എറണാകുളം MLA TJ വിനോദ് ബസ് സ്റ്റാൻഡിന്റെ ദയനീയാവസ്ഥ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മന്ത്രി നേരിട്ടെത്തി ബസ് സ്റ്റാൻഡ് പരിസരവും സന്ദർശിച്ചത്. ഏതായാലും അടിയന്തരമായിട്ട് പണി തുടങ്ങും. പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ IIT എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇതിനെങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട് IIT എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതിന് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും ഈ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു റീറ്റേണിംഗ് വേണം ഉദ്ദേശിച്ചത്. മന്ത്രിയുടെ വരവിൽ സമ്മിശ്ര പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. വൈകിയ വേളയിലും മന്ത്രി സന്ദർശിച്ച് പോകുക എന്ന് പറയുന്നത് എത്രമാത്രം അതിനെ പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ അനുസരിച്ചിരിക്കുന്നു. പ്രതീക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുൻപും ഇതിങ്ങനെ തന്നെയാണ്. മഴ നന്നായിട്ട് പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് അങ്ങോട്ട് പോകാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ സാധ്യമില്ല. മന്ത്രി നല്ലൊരു മന്ത്രിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നന്നാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞു, പിന്നാലെ ഇതേ മഴയും പെയ്യുന്നു. ഈ മഴ പെയ്ത് 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് മന്ത്രി പോയാൽ മതിയായിരുന്നു എന്നാണ് ജനങ്ങളുടെ സംസാരം. കാരണം ഈ മഴയിൽ എങ്ങനെയാണ് KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥയെന്ന് മന്ത്രിക്ക് നേരിട്ട് കാണാമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും ഈ സന്ദർശനത്തിന് പിന്നാലെയെങ്കിലും എത്രയും പെട്ടെന്ന് KSRTC ബസ് സ്റ്റാൻഡ് വളരെ വൃത്തിയോടെയും വെടുപ്പോടെയും ഈ വെള്ളക്കെട്ടില്ലാതെയും കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം. രാഹുലിനൊപ്പം ഹോസ്നാസു, മീഡിയ 1, കൊച്ചി. എന്തായാലും അത് കഷ്ടമായിപ്പോയി. കാരണം മന്ത്രി ഉള്ളപ്പോൾ തന്നെ മഴ പെയ്യുകയും ആ അവസ്ഥ കാണുകയും ചെയ്യണമായിരുന്നു. എന്തായാലും ആ ശോചനീയാവസ്ഥ അത് അതീവ ദയനീയമാണെന്നറിയാം. പക്ഷേ മറ്റൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫണ്ടില്ലാത്തത് ഒരു കണക്കിന് നന്നായി. കാരണം ഫണ്ടൊക്കെ ചിലവഴിച്ച് നടത്തിയ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് കണ്ട ആളുകൾ പറയുന്നത് ഇനിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ KSRTC അനുവദിക്കരുതെന്നാണ്. കാരണം ബസ് ബേക്ക് പോലും ബസ് കൃത്യമായി നിർത്താനുള്ള സ്ഥലം പോലും അടക്കാതെ പലപ്പോഴും തൂണുകൾ ഇടിച്ചുകൊണ്ട് ബസ്സിന് പ്രശ്നമുണ്ടാകുന്ന അവസ്ഥ കൂടെ ഇപ്പോഴും അവിടെയുണ്ട്. പിന്നെ മലപ്പുറം കാര്യം കൂടെ പറയണം. മലപ്പുറത്തെ KSRTC സ്റ്റാൻഡ് പണി തുടങ്ങിയിട്ട് 10 വർഷം മറ്റും കഴിഞ്ഞു, 10 വർഷത്തിലധികം കഴിഞ്ഞു. ഇതുവരെയും ഒന്നും ആയിട്ടില്ല. ആളുകൾ ഇപ്പോഴും പുറത്തു നിന്ന് വെയിലും മഴയും കൊണ്ട് കയറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പണി എറണാകുളത്ത് ഫണ്ടില്ല, നിലവിൽ പ്രശ്നമാണ്, അത് അനുഭവിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ഫണ്ട് ഉണ്ടായിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്.